വിനീഷ് അവിടെ തുടരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? വെക്കാനായി പുലിയുടെ സമീപത്തേക്ക് എത്തുമ്പോൾ പുലി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് പുലി വെടിവെക്കാനായിട്ട് സാധിച്ചത് പുലി സെക്കൻഡുകൾക്ക് മുമ്പ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു. പുലി സെക്കൻഡുകൾക്ക് മുമ്പ് ഇപ്പോൾ പുലി കാണാൻ സാധിച്ചത് പുലി സെക്കൻഡുകൾക്ക് മുമ്പ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു. പുലി സെക്കൻഡുകൾക്ക് മുമ്പ് ഇപ്പോൾ പുലി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആദ്യം കുടുങ്ങിക്കിടന്ന സ്ഥലത്ത് നിന്ന് പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പല ഘട്ടങ്ങളിലായി ഏത് തരത്തിലാണ് പുലി കുടുങ്ങിക്കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. വള്ളിയിലാണ്, കാട്ടുവള്ളികളിലായിരുന്നു പുലി കുടുങ്ങിക്കിടന്നത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. RRT ടീമിലെ ഉദ്യോഗസ്ഥർ ഈ പുലിയുടെ സമീപത്തേക്ക്, 5 അംഗ സംഘം പുലിയുടെ സമീപത്തേക്ക് എത്തുമ്പോഴാണ് പുലി രക്ഷപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. പുലി ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ മയക്ക് വെടി വയ്ക്കാനായി, 2ാം ഘട്ടത്തിലേക്ക് മയക്ക് വെടി വയ്ക്കാനായി RRT ടീമിലെ ഉദ്യോഗസ്ഥർ സമീപത്തേക്ക് എത്തുമ്പോഴാണ് പുലി രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും വലിയ പരിശ്രമം വനപാലകരുടെ ഭാഗത്തുനിന്ന് പുലിയെ പിടികൂടാനുണ്ടായെങ്കിലും അത് വിഫലമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പുലി ചെറിയ തോതിൽ, നമ്മൾ ആദ്യഘട്ടം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു, പുലി കുടുങ്ങിക്കിടക്കുന്നത് വള്ളികളിലാണ്, കാട്ടുവള്ളികളിലാണ്. അതുകൊണ്ട് തന്നെ പുലി രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. വലിയ തോതിൽ പുലി പെട്ടെന്ന് ചാടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. വലിയ രീതിയിൽ ഗർജിച്ചുകൊണ്ട്, ഈ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ഗർജിച്ചുകൊണ്ട് നീങ്ങിയാണ് പുലി രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും ഈ ഉദ്യോഗസ്ഥരുടെ ശ്രമം അത് വിഫലമാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നാട്ടുകാർ കൂടുതൽ ആശങ്കയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പുലിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇനി പുലി എവിടേക്കാണ് ഇരിക്കുക? നാട്ടുകാർ വലിയ ആശങ്കയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരനായ ഒരാൾ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിൽ ഇപ്പോൾ പുലിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരു ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ? അതെ, ആശങ്കയിലേക്കാണ് നീങ്ങുന്നത്. തൊട്ടടുത്ത പ്രദേശം കാരിക്കുഴി എന്ന പ്രദേശമാണ്. അപ്പോൾ ഇതിപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പം ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പുലി കടന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് ജനങ്ങൾക്ക് ഇനി ഭീതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. തൊട്ടടുത്ത് കാരിക്കുഴി എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അപ്പോൾ ഈ പുലി ജനവാസ മേഖലയിലേക്ക് കടന്ന് പോകണമെങ്കിൽ ഒരുപാട് വനപ്രദേശത്തോട്ട് കയറിയിട്ടില്ല. ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെയാണ് പുലിയുള്ളത്. ഇടയ്ക്ക് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പാറ പ്രദേശമാണ്. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം ഇപ്പം വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർ, ഇവിടെ താമസിക്കുന്നവർക്ക് ഇനി ഒരു ഭയപ്പാടോടുകൂടി പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക? അതെ. RRT ടീം വന്നിട്ട് വെടി വയ്ക്കാനുള്ള സാഹചര്യം ആ ശ്രമം നടത്തിയെങ്കിൽ അത് ഇപ്പോൾ ബാക്കിലോട്ട് പോയിരിക്കുകയാണ്. എന്നാലും അവർ പുലിയെ വെടിവെച്ച് പിടികൂടുന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ആശങ്കയുടെ ഒരു വക്കിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദേവിക അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ ആശങ്കയാണ് അവർക്കുള്ളത്. കാരണം പുലിയെ പിടികൂടാനുള്ള ശ്രമം വിഫലമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം RRT ടീമിൻ്റെ 5 അംഗ സംഘം നല്ല രീതിയിൽ അവർ പരിശ്രമം നടത്തി. ഉദ്യോഗസ്ഥർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആ പുലി കുടുങ്ങിക്കിടന്നത് കാട്ടുവള്ളികളിലാണ്. ആ കാട്ടുവള്ളികളിൽ വലിയ രീതിയിലുള്ള കുടുങ്ങൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പുലിയുടെ സമീപത്തേക്ക് എത്തുകയും അങ്ങനെ അത് എങ്ങനെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം 5 അംഗ ടീം ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അടങ്ങുന്ന 5 അംഗ സ്ത്രീങ് ഈ പുലിയുടെ അടുത്തേക്ക് പോകുന്നു, വെടിവെക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ ഘട്ടത്തിലാണ് ആ ഒരു ശ്രമം വിഫലമാകുന്നത്, പരാജയപ്പെടുന്നത്. എന്തായിരുന്നാലും ഇനി ഇവിടെയുള്ള നാട്ടുകാർ ആശങ്കയിലാണ് എന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1650-ലധികം കുടുംബങ്ങളാണ് ഈ ഒരു വനപ്രദേശത്തെ ചുറ്റിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് പോലും 3, 4, 5 അധികം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നാട്ടുകാരും ഒപ്പം തന്നെ വനപാലകരും അടക്കമുള്ളവർ തിരച്ചിലിനായി ആ പ്രദേശത്തേക്ക് ഇപ്പോൾ കടക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആശങ്ക നിറഞ്ഞ ഒരു നിമിഷങ്ങളിലേക്ക് ഇനി പുലിയെ പിടികൂടും വരെ ഇവിടെയുള്ള നാട്ടുകാർ വലിയ പരിഭ്രാന്തരാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, അതോടൊപ്പം തന്നെ അമ്പൂരി എന്ന് പറയുന്നത് അവിടെ ജനവാസ മേഖലയാണ്. ഈ വനവാസി സമൂഹത്തിലുള്ളവർ മാത്രമല്ല, നമുക്കറിയാം നിരവധി റോഡുകളുണ്ട്, അതിന് ചുറ്റും കടകളുണ്ട്, ഒരുപാട് പേർ വിനോദസഞ്ചാരികൾ അടക്കം വരുന്നൊരു സ്ഥലം കൂടിയാണ് അമ്പൂരി എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് അതുകൂടി നമുക്ക് ഈ ഒരു മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുലിയുടെ ഒരു ഗർജന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എവിടെയാണ് പുലി പതുങ്ങിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും അറിയാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശം വിട്ട് പുലി
എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. അവരുടെ വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് ജനങ്ങൾ കടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഈ സമീപത്ത് നിന്ന് പുലി കുറച്ച് മുന്നിലോട്ട് നീങ്ങിയിരിക്കുന്നു.